വയനാട് ദുരന്തം അതിതീവ്രമെന്ന് പ്രഖ്യാപിച്ചതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം പൊളിയുന്നു. ഉരുൾപൊട്ടലിനെ അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് വിവിധ കേന്ദ്ര മന്ത്രാലയ സംഘങ്ങളുടെ റിപ്പോർട്ടിൽ. നവംബർ 27-ന് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലും അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. പൊളിഞ്ഞത് പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാനത്തിന്റെ നേട്ടമെന്ന രീതിയിലാണ് സർക്കാർ പ്രചാരണം നടത്തിയത്. അതിതീവ്രമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ കേരളത്തിന്റെ കടുത്ത പ്രതിഷേധവും സമ്മർദ്ദവുമാണെന്നാണ് CPM-ഉം സർക്കാരും അവകാശപ്പെടുന്നത്. എന്നാൽ നവംബർ 16-ന് മുൻപ് തന്നെ കേന്ദ്രം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. വയനാട്ടിലേത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമെന്ന് വിവിധ കേന്ദ്ര മന്ത്രാലയ ടീം അഥവാ IMCT-യാണ് അംഗീകരിച്ചത്. നവംബർ 27 രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ 4-ന് ഹാരിസ് ബീരാൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടിയിലും വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമായി കാണുന്നുവെന്ന് അറിയിച്ചു. വസ്തുതകൾ ഇതായിരിക്കെയാണ് ഇരവാദമുയർത്തിയുള്ള കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിന് സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ശ്രമിച്ചത്. ദുരന്ത നിവാരണ നിയമത്തിൽ എങ്ങുമില്ലാത്ത വിധത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാനത്തെ മന്ത്രിമാർ മുറവിളി കൂട്ടിയിരുന്നെങ്കിലും അബദ്ധം തിരിച്ചറിഞ്ഞതോടെ പിന്നീട് മൗനം പാലിക്കുകയും ചെയ്തു. ദുരന്ത നിവാരണ നിയമത്തിലെ ചട്ടങ്ങൾക്കനുസരിച്ചാണ് ഓരോ ദുരന്തങ്ങളിലും കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. രേഖകൾ സമർപ്പിക്കുന്നതിലും മറ്റും സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ചകൾക്കിടയിലും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചിരുന്നുവെന്നതും വ്യക്തമായിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.